Network News is brought to you in association with Pavan Gold House, Old Bus Stand, പയ്യന്നൂർ. മംഗല്യ സ്വപ്നങ്ങൾക്ക് ചാരുതയേകാൻ കല്ലറിക്കൽസ് ഗോൾഡ് പാർക്ക് പയ്യന്നൂർ. പയ്യന്നൂർ റൂറൽ ബാങ്ക്, വിശ്വാസ്യതയുടെ സേവനത്തിന്റെ 7 പതിറ്റാണ്ടുകൾ. ശുദ്ധമായ പാൽ, ഒരു ജനതയുടെ വിശ്വാസം. ജനതാ പാൽ, തികച്ചും പുതുമയോടെ. സഹകരണ ആയുർവേദ പയ്യന്നൂർ. കൃഷ്ണ ട്രേഡേഴ്സ്, ലത്തീഫിയ സ്കൂളിന് സമീപം, ബൈപ്പാസ് റോഡ് പയ്യന്നൂർ. അപ്പോളോ ക്ലിനിക്, റിയാദ് മോൾ, പെരുമ്പ. Purity Gold, pure tradition. Manohar Jewelries, Jewel House, Jewel Junction, Payyanur, since 1930. നമസ്കാരം. നെറ്റ്വർക്ക് ന്യൂസ് അവറിലേക്ക് സ്വാഗതം. കാണാമാദ്യം പ്രധാന വാർത്തകൾ. മേടമാസ പുലരിയെ വരവേൽക്കാൻ മലയാളികൾ ഒരുങ്ങി. സംക്രമദിനത്തിൽ വിഷുക്കണി ഒരുക്കാനുള്ള വിഭവ സമാഹരണത്തിന്റെ തിരക്കിൽ നാടും നഗരവും. ഐശ്വര്യവും സമൃദ്ധിയും കണി കാണാൻ ഒരുങ്ങി മലയാളികൾ. ധീരരക്തസാക്ഷികളുടെ ഓർമ്മ പുതുക്കി കോറോം ഗ്രാമം. രക്തസാക്ഷി ദിനാചരണത്തിന്റെ ഭാഗമായി കൂർക്കര കേന്ദ്രീകരിച്ച് വളണ്ടിയർ മാർച്ചും ബഹുജന പ്രകടനവും. പൊതുയോഗം CPM പോളിറ്റ് ബ്യൂറോ അംഗം MA ബേബി ഉദ്ഘാടനം ചെയ്തു. തെരഞ്ഞെടുപ്പ് കമ്മീഷനെ പോലും തങ്ങളുടെ നിയന്ത്രണത്തിലേക്ക് കൊണ്ടുവരാനാണ് BJP ശ്രമിക്കുന്നതെന്ന് LDF സംസ്ഥാന കൺവീനർ EP ജയരാജൻ. പ്രതിഷേധ സ്വരമുയർത്താൻ കോൺഗ്രസിന് കഴിയുന്നില്ലെന്നും EP ജയരാജൻ. പ്രഖ്യാപിക്കുന്ന പദ്ധതികളൊന്നും ചീമേനിയിൽ നടപ്പിലാകുന്നില്ല. ഉദാഹരണമായി എങ്ങും എത്താതെ ചീമേനി വ്യവസായ പാർക്ക്. വ്യവസായ പാർക്ക് ഇപ്പോഴും പ്രാരംഭ പ്രവർത്തന ഘട്ടത്തിൽ. വികസന സാധ്യമായ പദ്ധതി ഇല്ലാതാകുമെന്ന ആശങ്കയിൽ നാട്ടുകാർ. വാർത്തകൾ വിശദമായി. മേടമാസ പുലരിയിലേക്ക് മിഴി തുറന്ന് ഇന്ന് വിഷു സംക്രമം. ഐശ്വര്യത്തിന്റെയും സമ്പൽ സമൃദ്ധിയുടെയും നാളുകളിലേക്ക് ചുവടുവെക്കാൻ ഒരുങ്ങി മലയാളികൾ. മേടം 1 മലയാളികളുടെ പുതുവർഷപ്പിറവിയിലേക്ക് മിഴി തുറന്നുകൊണ്ട് ഇന്ന് വിഷു സംക്രമം കൊണ്ടാടി. സമത്വത്തിന്റെയും സമൃദ്ധിയുടെയും സന്ദേശവുമായുള്ള വിഷുവിന്റെ വരവിന് മുന്നോടിയായുള്ള മേടസംക്രമത്തിന് നിരവധി ഭക്തജനങ്ങളാണ് എത്തിച്ചേർന്നത്. സൂര്യൻ ഒരു രാശിയിൽ നിന്ന് അടുത്ത രാശിയിലേക്ക് പ്രവേശിക്കുന്നതിനെയാണ് സംക്രമം എന്ന് പറയുന്നത്. മീനം രാശിയിൽ നിന്ന് സൂര്യൻ മേടം രാശിയിലേക്ക് പ്രവേശിക്കുന്ന ഈ ദിവസം ഐശ്വര്യലബ്ധിക്കായി ഏവരും ഒത്തുചേരുന്നു. ഒരു കാർഷിക ഉത്സവം കൂടിയായ വിഷുവിനെ സമ്പൽ സമൃദ്ധിയോടുകൂടി എന്നും മലയാളികൾ കൊണ്ടാടുന്നു. വിഷുദിനം പോലെ തന്നെ അത്രയും പ്രാധാന്യമുള്ള ദിവസം കൂടിയാണ് വിഷുവിന് തലേ ദിവസം കൊണ്ടാടുന്ന മേടമാസ സംക്രമ പുലരി. ഇന്ന് സവിശേഷമായ മേടരവി സംക്രമം. മലയാളികൾക്ക് മേടം 1 പുതുവർഷപ്പിറവിയാണ്. വിതക്കാൻ മണ്ണൊരുങ്ങുന്ന വിഷുക്കാലത്തിന്റെ ഈ മേടമാസ പുലരിയിലേക്ക് മിഴത്തുറക്കാൻ നിരവധി ഭക്തജനങ്ങളാണ് പയ്യന്നൂർ ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ എത്തിയത്. ഐശ്വര്യത്തിന്റെയും സമ്പൽ സമൃദ്ധിയുടെയും ഒരു ആണ്ടിലേക്കും ആയുസ്സിലേക്കും ചുവടുവെക്കുന്ന ഏവർക്കും നെറ്റ്വർക്ക് ന്യൂസിന്റെ വിഷു ആശംസകൾ അറിയിച്ചുകൊണ്ട് ക്യാമറമാൻ പവിത്രൻ കണ്ടോത്തിനൊപ്പം അനുശ്രീ കണ്ണൻതി. വിഷുപ്പുലരിയിൽ നന്മയുടെ വെളിച്ചത്തെ കണികണ്ടുണരാൻ ഒരുങ്ങി മലയാളികൾ. നാടൻ പൈതൃകത്തെ വിളിച്ചോതിക്കൊണ്ട് തനതു ശൈലികൾ കൈവിടാതെ ഇത്തവണയും വിഷുച്ചന്തകൾ സജീവമാണ്. വിഷുപ്പുലരിയെ വരവേൽക്കാനുള്ള അവസാനഘട്ട ഒരുക്കങ്ങളിലാണ് മലയാളികൾ. നാടും നഗരവും വ്യത്യാസമില്ലാതെ വിഷു തിരക്കുകളിലേക്ക് എത്തിക്കഴിഞ്ഞു. കണിയൊരുക്കങ്ങൾക്കായുള്ള തിരക്കുകളിലേക്ക് ആളുകൾ അടുക്കുമ്പോൾ നമുക്കിനി കാണാം ചില വിഷു കാഴ്ചകൾ. കാലം ഏറെ കടന്നുവെങ്കിലും ഇന്നും പഴമയുടെ മാധുര്യം കൈവിടാതെ വിഷുച്ചന്തയും വിഷുവിപണിയും സജീവമാണ്. വിഷുക്കണിയൊരുക്കാനായി കൃത്രിമമായ പലതരം സംവിധാനങ്ങളും ഇപ്പോൾ വിപണിയിൽ ഇടം നേടിയെങ്കിലും ഇന്നും പൈതൃകത്തിന്റെയും പാരമ്പര്യത്തിന്റെയും അടയാളങ്ങൾ വിഷുച്ചന്തയിൽ നിറയുന്നു. കണിക്കൊന്ന, കണിവെള്ളരി, കണിക്കൊരുക്കുന്ന മൺകലങ്ങൾ തുടങ്ങി വിഷുവിപണിയിൽ മുന്നിൽ നിൽക്കുന്ന എല്ലാം ഇന്നും അതിന്റെ തനിമ ചോർന്നു പോകാതെ ഇവിടെ സജീവമാണ്. ആകർഷണീയമായ പലതും ഇന്ന് നിലവിൽ വന്നെങ്കിലും പഴമയെ തേടി പൈതൃകം കാക്കാൻ നിരവധി പേരാണ് വിഷുച്ചന്തകളിൽ എത്തുന്നത്. പഴയ തലമുറയുടെ ആവേശവും പുതുതലമുറയുടെ ആകാംക്ഷയും എല്ലാം ഇവിടെ കാണാൻ സാധിക്കും. സമൃദ്ധിയുടെയും പ്രതീക്ഷയുടെയും നിറവായി നാളെ വിഷുപ്പുലരിയെത്തുമ്പോൾ അതിന്റെ തയ്യാറെടുപ്പുകളിലേക്ക് അടുക്കുകയാണ് മലയാളികൾ. കണിയൊരുക്കി കൈനീട്ടം വാങ്ങി പുതുവർഷത്തെ വരവേൽക്കാൻ
വിഷുവിപണി ഇത്തവണയും പൊടിപൊടിക്കുകയാണ്. സമൃദ്ധിയുടെ സ്മരണകളിലേക്കും പുത്തൻ പ്രതീക്ഷകളിലേക്കും മിഴിതുറക്കാൻ ഏവരും തയ്യാറായി കഴിഞ്ഞു. ഉണ്ണിക്കണ്ണനും കണിക്കൊന്നയും കണിവെള്ളരിയും കണിക്കലങ്ങളും വിഷുക്കണിക്കായി ഒരുങ്ങിക്കഴിഞ്ഞു. ഐശ്വര്യത്തിന്റെയും സമ്പൽ സമൃദ്ധിയുടെയും പ്രത്യാശയുടെയും പ്രതീക്ഷയുടെയും വിഷുപ്പുലരിയിൽ ഏവർക്കും വിഷുവാശംസകൾ നേർന്നുകൊണ്ട് നെറ്റ്വർക്ക് ന്യൂസിനു വേണ്ടി ക്യാമറാമാൻ പവിത്രൻ കണ്ടോത്തിനൊപ്പം അനുശ്രീ കണ്ണൻടി. രക്തസാക്ഷികളുടെ ഓർമ്മ പുതുക്കി കോറോം ഗ്രാമം. കൂർക്കര കേന്ദ്രീകരിച്ച് വളണ്ടിയർ മാർച്ചും ബഹുജന പ്രകടനവും നടന്നു. അനുസ്മരണ പൊതുയോഗം CPIM പോളിറ്റ് ബ്യൂറോ അംഗം MA ബേബി ഉദ്ഘാടനം ചെയ്തു. ജന്മി നാടുവാഴിത്തത്തിനെതിരെയുള്ള പോരാട്ടത്തിൽ ജീവത്യാഗം ചെയ്ത കോറോം രക്തസാക്ഷികളെ അനുസ്മരിച്ചുള്ള ഒരു വർഷം നീണ്ട 75ാം വാർഷിക സമാപനവും 76ാം വാർഷിക ദിനാചരണവും നടന്നു. കൂർക്കര കേന്ദ്രീകരിച്ച വളണ്ടിയർ മാർച്ചും ബഹുജന പ്രകടനവും നടത്തി. അനുസ്മരണ പൊതുയോഗം CPIM പോളിറ്റ് ബ്യൂറോ അംഗം MA ബേബി ഉദ്ഘാടനം ചെയ്തു. ബ്രിട്ടീഷ് സാമ്രാജ്യത്വത്തിനെതിരായ ധീരോജ്വലമായ ത്യാഗോജ്വലമായ പോരാട്ടം, ആ പോരാട്ടത്തിന്റെ കൂടി ഫലമായി കുറേയേറെ അപര്യാപ്തതകൾ ഉണ്ടെങ്കിലും ജനാധിപത്യം, മതേതരത്വം, സമത്വം, തുല്യത തുടങ്ങിയ ആശയങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു ഭരണഘടനാ നിർമ്മാണ സഭയ്ക്ക് ചർച്ച ചെയ്ത് രൂപം കൊടുക്കാൻ കഴിയും. ആ ഭരണഘടനയിൽ എന്തെല്ലാം നല്ല കാര്യങ്ങളുണ്ടോ മനുഷ്യ സമൂഹത്തിന്, ഇന്ത്യൻ സമൂഹത്തിന് പ്രയോജനപ്പെടുന്നതായി, അവയെല്ലാം കുത്തിച്ചോർത്തിക്കളയാൻ ആ ഭരണഘടനയുടെ സ്ഥാനത്ത് ഒരു ന്യൂനപക്ഷം വരുന്ന സവർണാധിപത്യം ഹിന്ദു രാഷ്ട്രമെന്ന വ്യാജപ്പേര് കൊടുത്തുകൊണ്ട്, ഹിന്ദുക്കളുടെ രാഷ്ട്രമല്ലത്, പിന്നെയോ ഹിന്ദുക്കളെന്ന് നിർവചിക്കപ്പെടുന്നവരുടെ കൂട്ടത്തിലെ മഹാന്യൂനപക്ഷം വരുന്ന സവർണാധിപത്യത്തിന്റെ ശക്തികൾ അത്. രക്തസാക്ഷി നഗറിൽ പുനർനിർമ്മിച്ച രക്തസാക്ഷി സ്തൂപവും MA ബേബി ഉദ്ഘാടനം ചെയ്തു. സംഘാടക സമിതി ചെയർമാൻ M രാമകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. TI മധുസൂദനൻ MLA പതാക ഉയർത്തി. CPIM ജില്ലാ ആക്ടിംഗ് സെക്രട്ടറി TV രാജേഷ്, CPI ജില്ലാ സെക്രട്ടറി CP സന്തോഷ് കുമാർ, C സത്യപാലൻ, C കൃഷ്ണൻ, V നാരായണൻ, V കുഞ്ഞികൃഷ്ണൻ, P സന്തോഷ്, P ഗംഗാധരൻ, KV ലളിത, KV ബാബു എന്നിവർ സംസാരിച്ചു. 75ാം വാർഷിക സമാപനത്തിന്റെ ഭാഗമായാണ് B പൊക്കൻ, മൊടത്തറ ഗോവിന്ദൻ നമ്പ്യാർ, പാപ്പിനിശ്ശേരി കേളു നായർ, മാരാങ്കാവിൽ കുഞ്ഞമ്പു, കാനപ്പള്ളി അമ്പു, കാനപ്രവൻ അബ്ദുൽ ഖാദർ, നടുവളപ്പിൽ കോരൻ എന്നീ രക്തസാക്ഷികളുടെ ചിത്രങ്ങൾ ഉൾപ്പെടുന്ന സ്മാരക ശില്പം ഒരുക്കിയത്. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. നിഷ്പക്ഷമായി പ്രവർത്തിക്കേണ്ടുന്ന തെരഞ്ഞെടുപ്പ് കമ്മീഷനെ പോലും തങ്ങളുടെ അധികാര നിയന്ത്രണത്തിലേക്ക് കൊണ്ടുവരാനാണ് BJP സർക്കാർ ശ്രമിക്കുന്നതെന്ന് LDF സംസ്ഥാന കൺവീനർ EP ജയരാജൻ. LDF ചെറുതാഴം വെസ്റ്റ് ലോക്കൽ തെരഞ്ഞെടുപ്പ് റാലി പിലാത്തറയിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. രാജ്യത്ത് തിരഞ്ഞെടുപ്പ് നീതിപൂർവമായി നടത്തേണ്ടുന്ന സ്വതന്ത്ര സംവിധാനമാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. അതിനെപ്പോലും സ്വന്തം അധികാരപരിധിയിലേക്ക് കൊണ്ടുവരാനാണ് കേന്ദ്രത്തിൽ BJP സർക്കാർ ശ്രമിക്കുന്നത്. ഇതിൻ്റെ നിയമനിർമ്മാണത്തിനായി പ്രതിപക്ഷ കക്ഷിയിൽപ്പെട്ട പല MPമാരെയും പാർലമെന്റിൽ നിന്നും പുറത്താക്കി. ഇതിനെതിരെയൊന്നും ഒരു ചെറു പ്രതിഷേധം പോലും ഉയർത്താൻ കോൺഗ്രസിന് കഴിയുന്നില്ലെന്നും EP ജയരാജൻ പറഞ്ഞു. ഇന്ത്യൻ ഭരണഘടനയെ തകർക്കാനുള്ള നീക്കവും ഓരോ ദിവസം കഴിയുന്തോറും വർദ്ധിച്ചു വരികയാണ്. ഇന്ത്യയുടെ ഭരണഘടന തകർന്നാൽ ഈ നാടുണ്ടാകില്ല. ഇന്ത്യൻ ഭരണഘടന തകർന്നാൽ ഒരു മനുഷ്യനും പൗരാവകാശം ഉണ്ടാകില്ല, ഒരു മനുഷ്യൻ്റെയും സ്വത്തവകാശം ഉണ്ടാകില്ല, ഒരു മനുഷ്യൻ്റെയും ബാങ്ക് ബാലൻസ് ഉണ്ടാകില്ല, ഒരു മനുഷ്യനും ഇവിടെ പ്രോപ്പർട്ടി ഇല്ലാതായിത്തീരും. ഇന്ത്യൻ ഭരണഘടനയാണ് ഇതിനെല്ലാം സംരക്ഷണം കൊടുക്കുന്നത്. ആ ഇന്ത്യൻ ഭരണഘടനയെ തകർക്കുകയാണ്. അത്രത്തോളം ദുർബലമായി കഴിഞ്ഞു രാജ്യത്ത് കോൺഗ്രസ് എന്ന സംവിധാനമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. LDF ചെറുതാഴം ലോക്കൽ തിരഞ്ഞെടുപ്പ് റാലി പിലാത്രയിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. പരിപാടിയിൽ C മോഹൻദാസ് അധ്യക്ഷനായി. M വിജിൻ MLA, നേതാക്കളായ V വിനോദ്, P നാരായണൻ, KM ബാലകൃഷ്ണൻ, CM വേണുഗോപാലൻ, AV രവീന്ദ്രൻ, MV രാജീവൻ, P പ്രഭാവതി, MV രവി, KC തമ്പാൻ മാസ്റ്റർ തുടങ്ങിയവർ സംസാരിച്ചു. മുന്നോടിയായി പഴിച്ചു കേന്ദ്രീകരിച്ച പിലാത്തറയിലേക്ക് ബഹുജന പ്രകടനം നടന്നു. നൂറുകണക്കിന് പ്രവർത്തകരാണ് തിരഞ്ഞെടുപ്പ് റാലിയിൽ അണിനിരുന്നത്. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ.
ചീമേനിയിലെ വ്യവസായ പാർക്കിന് അനക്കമില്ല. വിവിധങ്ങളായ പദ്ധതികൾ വരുമെന്ന് പറഞ്ഞ് ഒടുവിൽ ഒന്നും വരാതിരിക്കുന്ന ചീമേനിയുടെ മണ്ണിൽ സ്ഥാപിക്കുമെന്ന് പറഞ്ഞ ഒടുവിലത്തെ പദ്ധതിയായിരുന്നു വ്യവസായ പാർക്ക്. ഈ പദ്ധതിയാണ് ഇപ്പോഴും ഒരു പുരോഗമനവും ഇല്ലാതിരിക്കുന്നത്. ചീമേനി വ്യവസായ പാർക്കിന് ആവശ്യമായ ഭൂമി വിട്ടുകിട്ടുന്നതുമായി ബന്ധപ്പെട്ട പ്രശ്നമാണ് പദ്ധതി ഇങ്ങനെ കിടക്കാൻ കാരണമെന്നാണ് അറിയുന്നത്. VS അച്യുതാനന്ദൻ മുഖ്യമന്ത്രിയായിരുന്ന കാലത്താണ് ചീമേനിയിൽ IT പാർക്ക് സ്ഥാപിക്കുമെന്ന് പ്രഖ്യാപിച്ചത്. ഇതിനായി പ്ലാന്റേഷൻ കോർപ്പറേഷന്റെ കീഴിലുള്ള 125 ഏക്കർ സ്ഥലം IT പാർക്കിന് അനുവദിച്ചിരുന്നു. പിന്നീട് ലക്ഷക്കണക്കിന് രൂപ ചിലവഴിച്ചാണ് ഈ സ്ഥലത്തിന് ചുറ്റും മതിൽ കെട്ടി സംരക്ഷിച്ചത്. IT പാർക്കിനു വേണ്ടിയുള്ള കെട്ടിട നിർമ്മാണവും തുടങ്ങി. അടിത്തറ നിർമ്മിക്കുന്നതിനിടയിൽ തന്നെ പദ്ധതി ഉപേക്ഷിച്ചു. ഇതോടെ ചുറ്റുമതിൽ കെട്ടി സംരക്ഷിച്ച സ്ഥലം സാമൂഹ്യവിരുദ്ധരുടെ താവളമായി മാറി. M രാജഗോപാലൻ MLA നടത്തിയ ഇടപെടലാണ് വ്യവസായ പാർക്ക് എന്ന പദ്ധതിക്ക് രൂപരേഖയായത്. ജില്ലയിലെ കർഷകരുടെ ഉൽപ്പന്നങ്ങളടക്കം എല്ലാവിധ ചെറുകിട വ്യവസായങ്ങളും ഒരു കുടക്കീഴിൽ എത്തിക്കുക എന്നതായിരുന്നു പാർക്കിന്റെ ലക്ഷ്യം. എന്നാൽ കാര്യങ്ങൾ അനിശ്ചിതമായി നീളുകയാണ്. നമ്മൾ ഏറെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന കയ്യൂർ ചീമേനി പഞ്ചായത്തിലെ IT പാർക്ക് VS അച്യുതാനന്ദൻ മുഖ്യമന്ത്രി എന്ന കാലഘട്ടത്തിലാണ് ഉദ്ഘാടനം തന്നെ കഴിഞ്ഞത്. അത് ഇന്ന് വരെ അതിൻ്റെ ഒരു പ്രവർത്തനം നിന്ന മാതിരിയാണ് നമുക്ക് തോന്നുന്നത്. അതുപോലെ ഇപ്പോൾ കഴിഞ്ഞ ബഡ്ജറ്റിൽ സർക്കാർ വ്യവസായ പാർക്കിന് വേണ്ടി ഒരു ബഡ്ജറ്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതിന് ഒരു പ്രവർത്തനം ഇതുവരെ നമുക്ക് കണ്ടതായും ആരും വന്ന് ചെയ്യുന്നതായും നമുക്ക് കണ്ടില്ല. നെറ്റ്വർക്ക് ന്യൂസ്, കരിവള്ളൂർ. വേനൽ മഴയോടൊപ്പമുണ്ടായ കനത്ത കാറ്റിലും ഇടിമിന്നലിലും നാശനഷ്ടം. ജോസ്കുരി മുക്കുഴിയിലെ പൂവത്ത് ലതീഷ് നാരായണന്റെ പശു ചത്തു. വെള്ളിയാഴ്ച വൈകുന്നേരം 4 മണിയോടെ ഉണ്ടായ വേനൽ മഴയിലും കാറ്റിലും ഇടിമിന്നലിലുമാണ് നാശനഷ്ടമുണ്ടായത്. വൈകിട്ട് 4 മണിയോടെയുണ്ടായ വേനൽ മഴയിലും കാറ്റിലും ഇടിമിന്നലിലുമാണ് നാശനഷ്ടമുണ്ടായത്. ജോസ്കിരി മുക്കുഴിയിലെ പൂവത്ത് ലതീഷ് നാരായണന്റെ പശു ഇടിമിന്നലേറ്റ് ചത്തു. തൊഴുത്തിൽ കെട്ടിയിരുന്ന കറവിയുള്ള പശുവാണ് ചത്തത്. പശുക്കിടാവിനും പരിക്കേറ്റു. ലതീഷിന്റെ വീടിന്റെ വയറിംഗ് പൂർണ്ണമായും കത്തിനശിച്ചു. രാജഗിരി മരുതുംതട്ടിൽ ഇല്ലിക്കുന്നേൽ ജിൻസന്റെ വീടിന് മുകളിൽ മരം വീണു. തിരുമേനി ചാത്തമംഗലത്തെ ഇല്ലിക്കൽ ബേബിയുടെ വീടിന്റെ ചുറ്റുമതിലും മീൻകുളവും ഇടിമിന്നലേറ്റ് തകർന്നു. വീട്ടുകാർ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. കാർഷിക വിളകൾക്കും നാശനഷ്ടമുണ്ടായി. നെറ്റ്വർക്ക് ന്യൂസ്, ചെറുപുഴ. വിഷുവിനെ വരവേൽക്കാൻ ഒരുങ്ങി നാട്. പലയിടങ്ങളിലും വിഷുവിപണി സജീവമായിരുന്നു. പഴയങ്ങാടിയിൽ കണിയൊരുക്കാനുള്ള വിഭവങ്ങൾ ആവശ്യക്കാർ ഏറെയായിരുന്നു. സാധനങ്ങൾ വാങ്ങാനുള്ള തിരക്കായിരുന്നു വിഷു സംക്രമ ദിനത്തിൽ. കണി ഒരുക്കാനുള്ള വിഷുക്കലം, കണിവെള്ളരി, മാങ്ങ, ചക്ക, കണിക്കൊന്ന എന്നിവയ്ക്ക് ആവശ്യക്കാർ ഏറെ ഉണ്ടായിരുന്നു. 20 രൂപ മുതൽ 50 രൂപ വരെയായിരുന്നു മാങ്ങയുടെ വില. 50 മുതൽ 100 രൂപ വരെയായിരുന്നു ചക്കയുടെ വില. കണിവെള്ളരിക്ക് കിലോ 30 രൂപ നിരക്കിലായിരുന്നു വിൽപ്പന. എന്തായാലും വിഷു ആഘോഷമാക്കാനുള്ള ഒരുക്കത്തിലായിരുന്നു ആളുകൾ. പലയിടങ്ങളിലും സമാനമായ രീതിയിൽ വിഷു വിപണി സജീവമായി നടന്നു. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. കാണാമാദ്യം തെരഞ്ഞെടുപ്പ് വാർത്തകൾ. LDFന്റെ നേതൃത്വത്തിൽ ചെറുപുഴയിൽ തെരഞ്ഞെടുപ്പ് റാലി നടന്നു. തുടർന്ന് നടന്ന പൊതുയോഗം CPI പോളിറ്റ് ബ്യൂറോ അംഗം MA ബേബി ഉദ്ഘാടനം ചെയ്തു. കോൺഗ്രസായി മത്സരിച്ച് BJP ആയി മാറാവുന്നവരെ പാർലമെന്റിലേക്ക് തെരഞ്ഞെടുത്ത് അയക്കരുതെന്ന് റാലി ഉദ്ഘാടനം ചെയ്ത് MA ബേബി പറഞ്ഞു. BJPക്ക് വിലയ്ക്ക് വാങ്ങാൻ പറ്റാവുന്ന തരത്തിൽ കോൺഗ്രസ് MPമാരെ പാർലമെന്റിലേക്ക് അയക്കരുത്. ഇന്ത്യയിലെ മാധ്യമങ്ങൾ മോദിയുടെ മടിയിലാണുള്ളത്. ഇലക്ട്രൽ ബോണ്ട് അഴിമതിയിലൂടെ കൂട്ടമോഷണമാണ് മോദി നടത്തുന്നത്. മോഷണ മുതലിന്റെ പങ്കുപറ്റിയവരാണ് കോൺഗ്രസുകാരെന്നും LDFന്റെ നേതൃത്വത്തിൽ ചെറുപുഴയിൽ നടന്ന തിരഞ്ഞെടുപ്പ് റാലി ഉദ്ഘാടനം ചെയ്തുകൊണ്ട് MA ബേബി പറഞ്ഞു. പീഡനം അനുഭവിക്കുന്നവർ എന്ന പേരിൽ അഭയാർത്ഥികൾക്ക് പൗരത്വം കൊടുക്കാൻ പ്രത്യേക നിയമം ഉണ്ടാക്കുകയും മുസ്ലിങ്ങളായവർക്ക് ഇന്ത്യൻ പൗരത്വത്തിന് അപേക്ഷിക്കാൻ അവകാശമില്ല എന്നൊരു വ്യവസ്ഥ ഉണ്ടാക്കുകയും ചെയ്തിരിക്കുകയാണ്. കുരുട്ടുബുദ്ധി എന്ന് പറയും, കുടില ബുദ്ധി എന്ന് പറയും. അവൾ പൗരത്വത്തിന് മതം ഒരു മാനദണ്ഡമായി ഒരു നിയമം ഉണ്ടായി കഴിഞ്ഞാൽ പിന്നെ പല പല നിയമങ്ങൾ ഉണ്ടാക്കാം. തുടക്കം ഇങ്ങനെയാണ്. KR ചന്ദ്രകാന്ത് അധ്യക്ഷത വഹിച്ചു. TI മധുസൂദനൻ MLA, P ശശിധരൻ, KV ഗോവിന്ദൻ, KD അഗസ്റ്റിൻ, KP ഗോപാലൻ, റെജി പുളിക്കൽ തുടങ്ങിയവർ സംസാരിച്ചു. ഏറ്റുകൊടുക്ക പുകാസ നാടകക്കൂട്ടത്തിന്റെ നാടകം ഏകാഗിയുടെ അന്ത്യം അരങ്ങേറി. നെറ്റ്വർക്ക് ന്യൂസ്, ചെറുപുഴ.
പഴമയും പുതുമയും കൗതുകമായി കുഞ്ഞിമംഗലത്തെ 37 വർഷം മുൻപത്തെ തെരഞ്ഞെടുപ്പ് ചുവരെഴുത്ത്. ഏഴുമല റെയിൽവേ ഗേറ്റിന് സമീപം കുഞ്ഞിമംഗലം തെക്കുംപാടാണ് ഈ ചുവരെഴുത്ത്. ആസന്നമായ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഒരുക്കത്തിലാണ് വിവിധ രാഷ്ട്രീയ പാർട്ടികൾ. അതിനായി അത്യാധുനിക സംവിധാനങ്ങൾ ഉപയോഗിച്ച് കൊണ്ടുള്ള പ്രചരണങ്ങൾ ചൂടുപിടിച്ച് മുന്നേറുമ്പോൾ 1987 എഴുതിയ ഒരു തെരഞ്ഞെടുപ്പ് കാലത്തെ ചുവരെഴുത്ത് ഇന്നും നിലനിൽക്കുന്നു. 1987 ഇലക്ഷൻ സമയത്ത് എഴുതിയാണ്. ഇലക്ഷൻ അന്നേരം അച്ഛനില്ല കാലത്ത് അങ്ങനെ ഉണ്ട്. അന്നേരം വായിക്കാണ്ട് അങ്ങനെ വെച്ചു. അങ്ങനെ ഇപ്പോൾ അങ്ങനെ ഉണ്ട്. ഏഴുമല റെയിൽവേ ഗേറ്റിന് സമീപം കുഞ്ഞിമംഗലം തെക്കുംപാടാണ് ഈ ചുവരെഴുത്ത്. അന്ന് പയ്യന്നൂർ നിയോജക മണ്ഡലത്തിലേക്ക് LDF സ്ഥാനാർത്ഥിയായി മത്സരിച്ച CP നാരായണന് വേണ്ടി റോഡരികിലുള്ള കെട്ടിടത്തിൻ്റെ 1-ാം നിലയിൽ എഴുതിയതാണിത്. നീലം ഉപയോഗിച്ച് മനോഹരമായി വരച്ച അരിവാൾ ചുറ്റുകയും വോട്ടഭ്യർത്ഥനയുമാണ് ഇന്നും തെളിഞ്ഞു നിൽക്കുന്നത്. അതിനു താഴെ ഈ വർഷം നടക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പുതിയ കാലത്തെ പോസ്റ്ററുകളും കാണാം. കാലം വായിക്കാത്ത ഓർമ്മകളിൽ തിളങ്ങി നിൽക്കുകയാണ് CP നാരായണന് വോട്ടഭ്യർത്ഥിച്ചുകൊണ്ടുള്ള ഈ ചുമരെഴുത്ത്. ഈ ചുമരെഴുത്തും ഓർമ്മിപ്പിക്കുന്നത് 2 കാലഘട്ടത്തെയാണ്. നെറ്റ്വർക്ക് ന്യൂസിന് വേണ്ടി ക്യാമറമാൻ പ്രണവിനോടൊപ്പം അനീന ഏഞ്ചൽ. ഇനി മറ്റു വാർത്തകളിലേക്ക്. കണ്ണൂർ കാസർഗോഡ് ജില്ലകളെ അതിരിടുന്ന കാലിക്കടവിനടുത്തുള്ള പടുവളത്ത് ഒതേൻ ചാടിക്കടന്നു എന്ന് വിശ്വസിക്കപ്പെടുന്ന ഒരു കിണറുണ്ട്. കാലിക്കടവിലും ഇവയുടെ സമീപ പ്രദേശങ്ങളിലുമൊക്കെ കളരി സംഘങ്ങൾ സജീവമായിരുന്നു എന്നതിന് തെളിവുകളുമുണ്ട്. കണ്ണൂർ കാസർഗോഡ് ജില്ലകളെ അതിരിടുന്ന കാലിക്കടവിനടുത്തുള്ള പടുവളത്ത് ഒതേനൻ ചാടിക്കടന്നത് എന്ന് വിശ്വസിക്കപ്പെടുന്ന ഒരു കിണറുണ്ട്. കരിവെള്ളൂരിലും കാലിക്കടവിലും ഇവയുടെ സമീപ പ്രദേശങ്ങളിലുമൊക്കെ കളരി സംഘങ്ങൾ സജീവമായിരുന്നു എന്നതിന് തെളിവുകളുണ്ട്. ബാലറ്റ് പേപ്പറുകളിലൂടെയല്ലാതെ അങ്കത്തട്ടിലൂടെ പരിചയെടുത്തു വീശി എതിരാളിയെ അരിഞ്ഞു വീഴ്ത്തി അധികാരം നിശ്ചയിച്ച ഒരു കാലത്തിന്റെ ഓർമ്മയിലേക്ക് ഏതായാലും ഈ സ്ഥലം നമ്മെ കൂട്ടിക്കൊണ്ടു പോകാതിരിക്കില്ല. അധികാരത്തിനു വേണ്ടി അടരാടി മരിച്ചവർ ഏറെയാണ്. വടക്കൻ പാട്ടുകളുടെ ചരിത്രം തന്നെ അതാണ്. പഴയ യുദ്ധവീരന്മാർക്ക് ദേശങ്ങളുടെ ദൂരം ഒരു പ്രശ്നമല്ലാത്തതിനാൽ ഒതേനൻ ഇവിടെ വന്നുകൂടായുകയുമില്ല. ഏതായാലും ജനങ്ങൾ ബാലറ്റ് പേപ്പറിലൂടെ ഭരണാധികാരികളെ നിശ്ചയിക്കുമ്പോൾ ഭരണാധികാരികളെ നിശ്ചയിക്കാൻ ചോരയൊഴുകി പരന്ന അങ്കത്തട്ടുകളെക്കുറിച്ചും നമുക്കോർക്കാം. നെറ്റ്വർക്ക് ന്യൂസ്, കരിവെള്ളൂർ. വിഷുവിനെ വരവേൽക്കാൻ വഴിനീളെ ഉണ്ണിക്കണ്ണന്മാർ. വിഷു അടുത്തെത്തിയതോടെ ശ്രീകൃഷ്ണ വിഗ്രഹങ്ങളുടെ വിൽപ്പന തകൃതിയാണിവിടെ. KSTP റോഡിലൂടെ യാത്ര ചെയ്യുമ്പോൾ ചെറുകുന്ന പുന്നച്ചേരിയിലെത്തിയാൽ ഈ മനോഹരമായ കാഴ്ച കാണാം. വ്യത്യസ്ത വലുപ്പത്തിലും വർണ്ണത്തിലുമുള്ള കൃഷ്ണവിഗ്രഹങ്ങൾ, ഓടക്കുഴലുമായി ചിരിതൂക്കി നിൽക്കുന്ന മനോഹരമായ കൃഷ്ണവിഗ്രഹങ്ങൾ. 200 രൂപ മുതൽ 600 രൂപ വരെ വിലയുള്ള കൃഷ്ണവിഗ്രഹങ്ങളാണ് ഇവിടെയുള്ളത്. വയനാട്ടിൽ നിന്നുള്ളവരാണ് ഇവിടെ കൃഷ്ണവിഗ്രഹങ്ങൾ വിൽപ്പന നടത്തുന്നത്. പ്ലാസ്റ്റർ ഓഫ് പാരീസിൽ നിർമ്മിച്ച് മനോഹരമായി പെയിന്റിംഗ് നൽകുന്നു. നീലയും കറുപ്പും വെളുപ്പുമെല്ലാം നിറങ്ങളിലുള്ള കൃഷ്ണന്മാർ നമ്മുടെ മനം കവരും. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. വയനാടിൽ നിന്നുള്ള സുഹൃത്തുക്കളാണ് കൃഷ്ണവിഗ്രഹങ്ങളുമായി നമ്മുടെ പുന്നച്ചേരി റോഡരികിൽ കൃഷ്ണവിഗ്രഹങ്ങൾ വിൽക്കുവാൻ വെച്ചിട്ടുള്ളത്. വളരെ നല്ല രീതിയിലുള്ള കച്ചവടം ഇവർക്ക് ലഭിക്കുന്നുണ്ട് എന്നാണ് ഇവർ പറയുന്നത്. എന്തായാലും മലയാളി വിഷുക്കണി കാണാനുള്ള ഒരുക്കത്തിലാണ്. കണി കാണുമ്പോൾ കൃഷ്ണവിഗ്രഹം നമുക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്തതാണ്. പുന്നച്ചേരിയിൽ നിന്നും ക്യാമറമാൻ സുമേഷ് പയ്യന്നൂരിനോടൊപ്പം നെറ്റ്വർക്ക് ന്യൂസിന് വേണ്ടി നികേഷ് താവം. മത്സ്യക്ഷാമം ചെറുകിട മത്സ്യവിൽപ്പനക്കാരെ പ്രതിസന്ധിയിലാഴ്ത്തുന്നു. മത്സ്യത്തിന്റെ വില ഉയർന്നതോടെ പലരും മത്സ്യം വാങ്ങുന്നതും കുറച്ചിരിക്കുകയാണ്. സാധാരണക്കാരായ ജനങ്ങൾ ആശ്രയിക്കുന്നത് ചെറുകിട മത്സ്യവിൽപ്പനക്കാരെയാണ്. വീടിനു മുന്നിൽ തലച്ചുമടായി എത്തുന്നവരും കവലകളിൽ ഇരിക്കുന്ന മത്സ്യത്തൊഴിലാളികളുമെല്ലാം ഇപ്പോൾ ആവശ്യത്തിന് മത്സ്യം കിട്ടാതായതിനെ തുടർന്ന് പ്രതിസന്ധിയിലായിരിക്കുകയാണ്. കാലങ്ങളായി സുലഭമായി ലഭിച്ചിരുന്ന മത്തി പോലെയുള്ള മത്സ്യങ്ങളുടെ ലഭ്യത തീരെ കുറഞ്ഞു. കിട്ടുന്നതിനാകട്ടെ തീവിലയും കൊടുക്കണം. മത്സ്യത്തിന്റെ വില ഉയർന്നതോടെ പലരും മത്സ്യം വാങ്ങുന്നതും കുറച്ചിരിക്കുകയാണ്. വരവും ചിലവും തമ്മിൽ പൊരുത്തപ്പെടാനാകാതെയാണ് പലരും വീടുകൾ തോറും കയറിയിറങ്ങി മത്സ്യവിൽപ്പന നടത്തുന്നത്. നമുക്ക് മീൻ കിട്ടാനില്ല, ഇല്ല വിലയാന്ന് പോയെടുക്കുക. നാട്ടിൽ കൊണ്ടുവന്നാലും ഒരാൾ മേണിക്കുന്നില്ല. അതെല്ലാം പറയണ്ടേ, വിലയായിട്ടാണ് ഇപ്പം മീനിനെ പോലെ ഇല്ല. കാല് വേനോണ്ട് നന്നാ അല്ല ചാലയിൽ കൊടുത്തെ എന്നെ വരട്ടില്ല. വേറെ തൊഴിലുകളൊന്നും ചെയ്യാൻ അറിയാത്തതുകൊണ്ടും പരമ്പരാഗതമായി ഈ രംഗത്തെത്തിയതുകൊണ്ടും ഈ ജോലി ചെയ്യുന്നുവെന്നാണ് മത്സ്യത്തൊഴിലാളികൾ പറയുന്നത്. ഇപ്പം മത്സ്യം കുറവന് കിട്ടാനുള്ള പാട് വില പിന്നെന്ന് പറയേണ്ടത്
എങ്ങനെയുണ്ട് ജീവിതമൊക്കെ ഇപ്പം എങ്ങനെയുണ്ട് മത്സ്യത്തൊഴിലാളികളുടെ ജീവിതം? വളരെയധികം കുഴപ്പമില്ല. എല്ലാവരും മീൻ വെക്കുന്ന ആൾ തന്നെ. യഥാർത്ഥ മത്സ്യത്തൊഴിലാളിക്ക് പണിയേ ഇല്ല. ഇവരിൽ പലർക്കും ശാരീരിക അവശതകൾ അലട്ടുന്നുമുണ്ട്. നെറ്റ്വർക്ക് ന്യൂസ്, കരിവെള്ളൂർ. ചെറുതാഴം അമ്പല റോഡിന് സമീപത്തെ സ്വകാര്യ വ്യക്തിയുടെ പറമ്പിൽ തീ പിടിച്ചു. പയ്യന്നൂരിൽ നിന്നും ഫയർഫോഴ്സ് എത്തിയാണ് തീ നിയന്ത്രണ വിധേയമാക്കിയത്. ശനിയാഴ്ച ഉച്ചയോടെയാണ് ചെറുതാഴം അമ്പലം റോഡിന് സമീപത്തെ സ്വകാര്യ വ്യക്തിയുടെ പറമ്പിൽ തീപിടുത്തമുണ്ടായത്. ഉച്ചസമയമായതിനാൽ തീ പെട്ടെന്ന് ആളിപ്പടരാൻ കാരണമായി. വിവരമറിഞ്ഞ് പയ്യന്നൂരിൽ നിന്നുമെത്തിയ ഫയർഫോഴ്സ് സംഘവും നാട്ടുകാരും ചേർന്ന് തീയണച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ. മതേതരത്വം കാത്തുസൂക്ഷിച്ച് 24 വർഷത്തോളമായി മുടങ്ങാതെ റംസാൻ വ്രതമെടുക്കുന്ന ശശി വെങ്ങരയെ സമന്വയ വെങ്ങരയുടെ നേതൃത്വത്തിൽ ആദരിച്ചു. ആദരവ് സമ്മേളനം പഞ്ചായത്ത് അംഗം മോഹനൻ കക്കപ്രവൻ ഉദ്ഘാടനം ചെയ്തു. 3.5 പതിറ്റാണ്ട് കാലമായി പ്രവാസ ലോകത്ത് ജോലി ചെയ്യുന്ന ശശി വെങ്ങര 24 വർഷം മുൻപാണ് റംസാൻ വ്രതമെടുക്കൽ തുടങ്ങിയത്. വ്രതമെടുക്കുന്നതിനോടൊപ്പം നോമ്പ് തുറക്കാൻ കൂടെ താമസിക്കുന്ന ആളുകൾക്ക് വിഭവങ്ങൾ ഒരുക്കുന്നതും പുലർച്ചെ ഭക്ഷണം പാകം ചെയ്ത് മറ്റുള്ളവരെ എഴുന്നേൽപ്പിക്കുന്നതും ശശിയാണ്. ക്രിസ്ത്യൻ മതപരമായ ഈസ്റ്റർ നോമ്പും 9 വർഷത്തോളമായി ശശി അനുഷ്ഠിച്ചു വരുന്നു. തുടർച്ചയായി 24-ാം വർഷം വ്രതം പൂർത്തീകരിച്ച ശശി വെങ്ങരയെ സമന്വയ വെങ്ങരയുടെ നേതൃത്വത്തിൽ ആദരിച്ചു. നമുക്കെല്ലാവർക്കും അറിയാം, ശശിയേട്ടനെക്കുറിച്ച് കുറേ വർഷങ്ങളായി എല്ലാ പത്രമാധ്യമങ്ങളിലും പെരുന്നാൾ നാളുകളിൽ നിറഞ്ഞു നിൽക്കുന്ന വാർത്ത അദ്ദേഹം വർഷങ്ങളായി നോമ്പെടുത്തുകൊണ്ട് ഇതര സമുദായത്തിൻ്റെ ആഘോഷങ്ങളിൽ എല്ലാ ഇതിലും, അതായത് ക്രിസ്ത്യൻ ആഘോഷമായാലും മുസ്ലിം ആഘോഷമായാലും അതിലൊക്കെ വളരെ സജീവമായി പങ്കെടുത്തുകൊണ്ട് പരസ്പര സ്നേഹത്തിൻ്റെയും പരസ്പര വിശ്വാസത്തിൻ്റെയും എല്ലാം നമ്മളെല്ലാ മതങ്ങളും ഒന്നാണ് എന്ന സങ്കല്പം, ആ സങ്കല്പത്തിൽ അധിഷ്ഠിതമായ ഒരു ജീവിതചര്യ അദ്ദേഹം കൊണ്ടുപോകുന്നു എന്നുള്ളത് കാണുമ്പോൾ ഏറെ കൗതുകവും അതിലേറെ അഭിമാനവുമാണ്. മോഹനൻ കക്കപ്രവൻ ആദരം പരിപാടി ഉദ്ഘാടനം ചെയ്തു. KV സഞ്ജിത്ത് അധ്യക്ഷത വഹിച്ചു. മോഹനൻ കക്കപ്രവൻ ഉപഹാരം സമർപ്പിച്ചു. ശിവപ്രസാദ് MK, K കൃഷ്ണൻ, മഹേഷ് AV, ഷിബു E, രജീഷ്, മുകേഷ്, ഷാബാബു, മുരളി എന്നിവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. ഒരു ഇടവേള കൂടി. സഹകരണ വകുപ്പിന്റെ സഹായത്തോടെ പയ്യന്നൂർ താലൂക്ക് തലത്തിൽ ചെറുതാഴം സർവീസ് സഹകരണ ബാങ്ക് പിലാത്തറ അഗ്രി മാർട്ടിൻ വിഷുചന്ത ആരംഭിച്ചു. സഹകരണ സംഘം അസിസ്റ്റന്റ് രജിസ്ട്രാർ ജനറൽ MK സൈബുനിസ ഉദ്ഘാടനം ചെയ്തു. ഉത്സവകാലത്ത് അവശ്യ സാധനങ്ങൾ കുറഞ്ഞ വിലയിൽ ലഭ്യമാക്കാൻ റംസാൻ വിഷു ചന്തകൾ തുടങ്ങാൻ കൺസ്യൂമർ ഫെഡിന് ഹൈക്കോടതി അനുമതി നൽകിയതിനെ തുടർന്ന് സഹകരണ വകുപ്പിന്റെ സഹായത്തോടെ പയ്യന്നൂർ താലൂക്ക് തലത്തിൽ ചെറുതാഴം സർവീസ് സഹകരണ ബാങ്ക് പിലാത്ര അഗ്രി മാർട്ടിൽ വിഷുചന്ത ആരംഭിച്ചു. ഏപ്രിൽ 19 വരെ തുറന്നു പ്രവർത്തിക്കുന്ന വിഷുചന്തയിൽ 13 ഇന സബ്സിഡി സാധനങ്ങൾ ലഭിക്കും. സാധനം വാങ്ങുന്നവർ റേഷൻ കാർഡ് സഹിതം എത്തിച്ചേരേണ്ടതാണ്. സഹകരണ സംഘം അസിസ്റ്റന്റ് രജിസ്ട്രാർ ജനറൽ MK സൈബനീസ വിഷുചന്ത ഉദ്ഘാടനം ചെയ്തു. എല്ലാ വർഷവും നമ്മൾ എല്ലാ ഉത്സവകാലങ്ങളിലും ഇത്തരം ചന്തകൾ സംഘടിപ്പിക്കാറുണ്ട്. എന്നാൽ ഈ വർഷം ചില സാങ്കേതികമായ പ്രയാസം വന്നെങ്കിലും ഏറ്റവും അവസാനം നമുക്ക് അനുകൂലമായ തീരുമാനം വന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ ചന്ത ഉദ്ഘാടനം ചെയ്യാൻ ഇപ്പം നമുക്ക് സാധിച്ചത്. അഡ്വക്കേറ്റ് K പ്രമോദ് അധ്യക്ഷത വഹിച്ചു. ബാങ്ക് സെക്രട്ടറി സ്വാഗതവും MV ബാലകൃഷ്ണൻ നന്ദിയും പറഞ്ഞു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ. സ്വാമി ചിന്മയാനന്ദന്റെ 108ാം ജന്മദിനാഘോഷത്തിന്റെ ഭാഗമായി പയ്യന്നൂർ ചിന്മയ വിദ്യാലയത്തിൽ 2024 ഏപ്രിൽ 15 മുതൽ 22 വരെ ശ്രീമദ് ഭാഗവത സപ്താഹയജ്ഞം നടത്തുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. സ്വാമി അശേഷാനന്ദ സരസ്വതി സപ്താഹത്തിന് നേതൃത്വം നൽകും. സ്വാമി ചിന്മയാനന്ദന്റെ 108ാം ജന്മദിനാഘോഷത്തിന്റെ ഭാഗമായി പയ്യന്നൂർ ചിന്മയ മിഷൻ സംഘടിപ്പിക്കുന്ന ഭാഗവത സപ്താഹയജ്ഞം ഏപ്രിൽ 15 മുതൽ 22 വരെ അന്നൂർ ചിന്മയ വിദ്യാലയത്തിൽ നടക്കും. സ്വാമി അശേഷാനന്ദ സരസ്വതി സപ്താഹത്തിന് നേതൃത്വം നൽകും. തിങ്കളാഴ്ച വൈകിട്ട് 4 മണിക്ക് ആചാര്യവരണത്തോടെ തുടക്കമാകും. തുടർന്ന് ഭാഗവത മാഹാത്മ്യ വിശദീകരണം നടക്കും. തുടർ ദിവസങ്ങളിൽ രാവിലെ 6:30 മുതൽ വൈകിട്ട് 6:30 വരെയായിരിക്കും യജ്ഞം. യജ്ഞ ദിവസങ്ങളിൽ രാവിലെ 5:30 മുതൽ ഗണപതി ഹോമം, വിഷ്ണു പൂജ, സഹസ്രനാമജപം എന്നിവ ഉണ്ടായിരിക്കുമെന്നും ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. KP ബാലകൃഷ്ണ പൊതുവാൾ, EP ഗോപാലൻ നമ്പ്യാർ, K കരുണാകരൻ, U വിജയകുമാർ ഷേണായി, കരിപ്പിരി ബാലൻ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. ചെറുകുന്ന് ഗ്രാമപഞ്ചായത്ത് ഹരിത കർമ്മസേനയ്ക്ക് ചെറുകുന്ന് ലയൺസ് ക്ലബിന്റെ ആദരവ്. ഡോക്ടർ സുജാ വിനോദ് പരിപാടി ഉദ്ഘാടനം ചെയ്തു. ശുചിത്വ രംഗത്തും ഖരമാലിന്യ പരിപാലന രംഗത്തും
മികച്ച പ്രവർത്തനം കാഴ്ചവെച്ച ചെറുകുന്ന് ഗ്രാമപഞ്ചായത്തിനും പഞ്ചായത്തിലെ 20 ഹരിതസേന വളണ്ടിയർമാർക്കും ചെറുകുന്ന് ലയൺസ് ക്ലബ്ബ് ആദരവ് നൽകി. പരിപാടിയുടെ ഭാഗമായി ഹരിതസേനാംഗങ്ങൾക്ക് വിഷുക്കോടിയും വിതരണം ചെയ്തു. ഡോക്ടർ സുജ വിനോദ് ഉദ്ഘാടനവും ആദരിക്കൽ ചടങ്ങും നിർവഹിച്ചു. ഒരു നാട് ആരോഗ്യം സംരക്ഷിക്കുവാൻ വേണ്ടി നമ്മൾ ഏറ്റവും ചെയ്യേണ്ടത് നമ്മുടെ ചുറ്റുപാടുകൾ വൃത്തിയാക്കുക, സംരക്ഷിക്കുക. അതിനെ എത്രയും മനോഹരമായിട്ട് ഓരോ ദിവസവും രാവിലെ ഏറ്റവും നമ്മളൊക്കെ വീടുകൾ കിടന്നുറങ്ങുന്ന സമയത്ത് തന്നെ ഏറ്റവും സുദീർഘമായ രീതിയിൽ സേവനം അനുഷ്ഠിക്കുന്ന ഏറ്റവും നല്ല ഹരിതകർമ്മ സേനാ അംഗങ്ങൾക്കുള്ള വിഷുക്കോടി വിതരണവും അവരെ അനുമോദിക്കൽ ചടങ്ങുമാണ് ഇന്നിവിടെ നടക്കുന്നത്. ലയൺസ് ക്ലബ്ബ് പ്രസിഡന്റ് PP മുരളീധരൻ അധ്യക്ഷത വഹിച്ചു. ചെറുകുന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് T നിഷ വിശിഷ്ടാതിഥിയായി. P വിജയൻ, PL ബേബി, നിഷ KP, നിർമ്മല K, റിട്ടയർഡ് കേണൽ KV ചന്ദ്രൻ, മിനർവ മനോജ്, സുധാകരൻ ചെറുകുന്ന് തുടങ്ങിയവർ സംബന്ധിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. ദി പയ്യന്നൂർ ഐ ഫൗണ്ടേഷന്റെ രണ്ടാമത്തെ പരസ്യചിത്രത്തിന്റെ റിലീസ് നടന്നു. പയ്യന്നൂർ ഐ ഫൗണ്ടേഷൻ മെഡിക്കൽ സൂപ്രണ്ട് ഡോക്ടർ K സുകുമാരൻ റിലീസിംഗ് നിർവഹിച്ചു. ദി പയ്യന്നൂർ ഐ ഫൗണ്ടേഷന്റെ തളിപ്പറമ്പ് ബ്രാഞ്ചിന്റെ ഉദ്ഘാടനത്തിനു ശേഷം നിർമ്മിച്ച രണ്ടാമത്തെ പരസ്യചിത്രത്തിന്റെ റിലീസ് പയ്യന്നൂർ ഐ ഫൗണ്ടേഷൻ മെഡിക്കൽ സൂപ്രണ്ട് ഡോക്ടർ K സുകുമാരൻ നിർവഹിച്ചു. ചടങ്ങിൽ ഐ ഫൗണ്ടേഷൻ മാനേജ്മെന്റ് പ്രതിനിധികളും വിവിധ ബ്രാഞ്ചുകളിലെ ജീവനക്കാരും പങ്കെടുത്തു. പ്രസിദ്ധമായ പഴയങ്ങാടി താരാപുരം ശ്രീ ദുർഗാംബിക ക്ഷേത്രത്തിൽ തിറ മഹോത്സവത്തിന് തുടക്കമായി. ഏപ്രിൽ 13 മുതൽ 17 വരെ നടക്കുന്ന ഉത്സവത്തിന്റെ കൊടിയേറ്റം ക്ഷേത്രത്തിൽ നടന്നു. ഉത്തര മലബാറിലെ യക്ഷിക്കാവ് എന്നറിയപ്പെടുന്ന പഴയങ്ങാടി താരാപുരം ശ്രീ ദുർഗാംബിക ക്ഷേത്രത്തിൽ തിറ മഹോത്സവം ഏപ്രിൽ 13 മുതൽ 17 വരെ നടക്കും. ഏപ്രിൽ 13 ഉച്ചയ്ക്ക് ഉത്സവം കൊടിയേറ്റ് നടന്നു. രണ്ടാം ദിവസമായ ഏപ്രിൽ 14 ഞായറാഴ്ച രാത്രി 8 മണിക്ക് പ്രാദേശിക കലാപരിപാടികൾ. 15 ഉച്ചയ്ക്ക് ഭസ്മക്കളം യക്ഷിക്കളം പാട്ട്. രാത്രി 9 മണിക്ക് നാഗക്കളം യക്ഷിക്കളം പാട്ട്. 16 രാവിലെ ഗുരു മനപ്പള്ളി മുത്തപ്പന് വിശേഷാൽ പൂജ. പകൽ 11 മണിക്ക് യക്ഷിക്കളം പാട്ട്. രാത്രി അന്നദാനമുണ്ടാകും. 7 മണിക്ക് വർണ്ണശബളമായ എഴുന്നള്ളത്തും. രാത്രി 9 മണിക്ക് കരുനാഗ യക്ഷി രൂപക്കളം യക്ഷിക്കളം പാട്ടും. മഹോത്സവ ദിനമായ 17 രാവിലെ 10 മണിക്ക് മൂലാരുടെ ദേവതയും ഉഗ്രമൂർത്തിയുമായ ശ്രീ ഉച്ചൂളിക്കടവത്ത് ഭഗവതിയുടെ തിരുമുടി ഉയരും. ഒപ്പം ഗുളികന്റെ പുറപ്പാടുണ്ടാകും. രാത്രി 10 മണിക്ക് യക്ഷിക്കളം പാട്ടും തുടർന്ന് ചിലമ്പാട്ടം എന്നിവ ഉണ്ടാകും. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. തൃക്കരിപ്പൂർ കൊയോങ്കര ആമ്പിലേരി കണിച്ചുകുളങ്ങര തറവാട് അടൂർ ചാമുണ്ഡി ദേവസ്ഥാനം കളിയാട്ട മഹോത്സവം 16, 17 തീയതികളിൽ നടക്കും. ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. തൃക്കരിപ്പൂർ കൊയോങ്കര ആമ്പിലേരി കണിച്ചുകുളങ്ങര തറവാട് അടൂർ ചാമുണ്ഡി ദേവസ്ഥാനം കളിയാട്ട മഹോത്സവം 3 വർഷത്തിലൊരിക്കലാണ് നടന്നുവരുന്നത്. കളിയാട്ടത്തിൽ അപൂർവമായ അടൂർ ചാമുണ്ഡി തെയ്യം അരങ്ങിലെത്തും. 16 രാവിലെ 9 മണിക്ക് കപോതനില്ലത്ത് കുഞ്ഞിരാമൻ നമ്പൂതിരിയുടെ കാർമ്മികത്വത്തിൽ പ്രതിഷ്ഠാദിന പൂജകൾ നടക്കും. രാവിലെ 7:30 മുതൽ വിവിധ തെയ്യങ്ങളുടെ തോറ്റങ്ങൾ. അർദ്ധരാത്രി ശൈവഭൂതം തെയ്യം അരങ്ങിലെത്തും. 17 രാവിലെ 7 മണിക്ക് രക്തചാമുണ്ടിയും തുടർന്ന് അങ്കക്കുളങ്ങര ഭഗവതിയും 11 വിഷ്ണുമൂർത്തിയും അരങ്ങിലെത്തും. ഉച്ചയ്ക്ക് 12:30 മുതൽ അന്നദാനവും ഉണ്ടാകും. ഉച്ചയ്ക്ക് ശേഷം അടൂർ ചാമുണ്ടിയുടെ പുറപ്പാട്. 2 ഗുളികൻ തെയ്യം അരങ്ങിലെത്തും. കളിയാട്ട മഹോത്സവത്തിന്റെ ഭാഗമായി 16 വൈകിട്ട് അടൂർ ചാമുണ്ടി ഭക്തിഗാന CD പ്രകാശനം ചെയ്യും. സിനിമാ താരം PP കുഞ്ഞികൃഷ്ണൻ പ്രകാശനം നിർവഹിക്കും. അനൗൺസ്മെന്റ് രംഗത്ത് 4 പതിറ്റാണ്ട് പിന്നിടുന്ന കരിവള്ളൂർ രാജൻ, സംഗീത രംഗത്തെ മോഹനൻ ഉദിനൂർ എന്നിവരെ ചടങ്ങിൽ അനുമോദിക്കും. തുടർന്ന് ഈയക്കാട് ഗ്രാമത്തിലെ വനിതകളും കുട്ടികളും അവതരിപ്പിക്കുന്ന കൈകൊട്ടിക്കളി അരങ്ങേറുമെന്നും ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. K ലോഹിതാക്ഷൻ, K മനോജ്കുമാർ കണിച്ചുകുളങ്ങര, K പ്രഭാകരൻ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. മേടമാസ പുലരിയെ വരവേൽക്കാൻ മലയാളികൾ ഒരുങ്ങി. സംക്രമദിനത്തിൽ വിഷുക്കണി ഒരുക്കാനുള്ള വിഭവ സമാഹരണത്തിന്റെ തിരക്കിൽ നാടും നഗരവും. ഐശ്വര്യവും സമൃദ്ധിയും കണി കാണാൻ ഒരുങ്ങി മലയാളികൾ. ധീരരക്തസാക്ഷികളുടെ ഓർമ്മ പുതുക്കി കോറോം ഗ്രാമം. രക്തസാക്ഷി ദിനാചരണത്തിന്റെ ഭാഗമായി കൂർക്കര കേന്ദ്രീകരിച്ച് വളണ്ടിയർ മാർച്ചും ബഹുജന പ്രകടനവും.
പൊതുയോഗം CPM പോളിറ്റ് ബ്യൂറോ അംഗം MA ബേബി ഉദ്ഘാടനം ചെയ്തു. തെരഞ്ഞെടുപ്പ് കമ്മീഷനെ പോലും തങ്ങളുടെ നിയന്ത്രണത്തിലേക്ക് കൊണ്ടുവരാനാണ് BJP ശ്രമിക്കുന്നതെന്ന് LDF സംസ്ഥാന കൺവീനർ EP ജയരാജൻ. പ്രതിഷേധ സ്വരമുയർത്താൻ കോൺഗ്രസിന് കഴിയുന്നില്ലെന്നും EP ജയരാജൻ. പ്രഖ്യാപിക്കുന്ന പദ്ധതികളൊന്നും ചീമേനിയിൽ നടപ്പിലാകുന്നില്ല. ഉദാഹരണമായി എങ്ങും എത്താതെ ചീമേനി വ്യവസായ പാർക്ക്. വ്യവസായ പാർക്ക് ഇപ്പോഴും പ്രാരംഭ പ്രവർത്തന ഘട്ടത്തിൽ. വികസന സാധ്യമായ പദ്ധതി ഇല്ലാതാകുമെന്ന ആശങ്കയിൽ നാട്ടുകാർ. നെറ്റ്വർക്ക് ന്യൂസ് അവർ പൂർണ്ണമാകുന്നു. നമസ്കാരം.